അങ്ങനെ വീണ്ടും നമ്മൾ ഈ മൗണ്ടൻ ഗോഡ്സിനെ കണ്ടായിരുന്നു. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്. അതിനുശേഷം മേളിലത്തേക്ക് വേണ്ടിയിട്ട് ചെമട് കൊണ്ടുപോകുന്ന 2 കഴുത, 2 മൊത്തം ഒരു 4 എണ്ണം ഉണ്ട്. 2 കിട്ടിയുള്ളൂ. ഇത് നമ്മളെല്ലാവരും കുറച്ച് ക്ലൈംബിങ് പോലെ ചെയ്യുന്നതാണ്. ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ്. അപ്പുറത്തൂടെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വരാനായിട്ട് വേണ്ടി കയറിയതാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിന് ബാൽക്കണി വാക്ക് എന്നാണ് പറയുന്നത്. അത്യാവശ്യം ഇറക്കമുണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഇപ്പം സൈഡിലോട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയാണ്. ബാൽക്കണി വാക്ക് എൻഡ് ആവുന്ന ഏരിയയിൽ കാണുന്ന വ്യൂ ആണ് നിങ്ങളിപ്പം കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടമാണ്. താഴെ ഇപ്പം വെള്ളമൊക്കെ ചെറുതായിട്ട് കെട്ടിക്കിടപ്പുണ്ട്. മഴക്കാലമല്ല, നമ്മൾ മഴ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. മഴക്കാലത്ത് ഈ ഏരിയയിലോട്ട് വരാൻ പറ്റത്തില്ല, അത്രത്തോളം വെള്ളമാണ്. അതിൻ്റെ ആ സൈഡിലത്തെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ. അങ്ങനെ ഹൈക്ക് ചെയ്ത് കുറേ ദൂരം പോയി വലിയൊരു ലാൻഡ്സ്കേപ്പിലായിട്ടാണ് എത്തിപ്പെട്ടത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. നമ്മുടെ നാട്ടിലെ പുൽമേട് പോലെ ഇരിക്കും. അത്ര പുൽമേട് ഇല്ലയെന്നുണ്ടെങ്കിൽ, പുല്ലുകളൊന്നും ഇല്ലെന്നെങ്കിലും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട്. കുറച്ച് റെയിനി ടൈം കഴിഞ്ഞിട്ടാണ് വന്നതായതുകൊണ്ട് കുറച്ച് പുല്ലുകളൊക്കെ അവിടെ പച്ചയായിട്ട് വെപ്പുണ്ട്. ഫുള്ള് റോക്കി ഏരിയ ആണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ എൻ്റെ ലാൻഡ്സ്കേപ്പ് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു 360 വ്യൂ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മനോഹരമാണ്. ആ കാണുന്ന എല്ലാം ഒമാൻ സൈഡാണ്. 2 സ്റ്റിക്ക് ഒടിച്ചെടുക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. കൂടെയുള്ള 1-2 ആൾക്കാർക്ക് ഇനി കുറച്ച് പെയിനായി. അപ്പോൾ അവർക്കായിട്ട് വേണ്ടിയിട്ട് സ്റ്റിക്ക് എടുക്കുകയാണ്. ഇത് നമ്മുടെ ഹട്ടാണ്, റെസ്റ്റിംഗ് ഏരിയയാണ്. ഫുള്ള് എല്ലാവർക്കും ഒന്നിരുന്ന് വിശ്രമിക്കാം, ഭക്ഷണം കഴിക്കാം, ഇവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ.